ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഖത്തറിന്റെ സെൻട്രലാണ്. ഖത്തറിന്റെ സിറ്റി സെന്ററിന്റെ സെൻട്രലായിട്ട് നമ്മുടെ ഒരുപാട് വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ട്. ഈ ബിൽഡിങ്സ് ഒക്കെ ദൂരെ നിന്നാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. നമ്മൾ നിൽക്കുന്നത് ഈ ബിൽഡിങ്ങിന്റെ സെൻട്രലാണ്. നമ്മളിവിടെ വന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഖത്തർ ഇന്റർനാഷണൽ ഫുഡ് ഫെസ്റ്റിവൽ ഇവിടെ നടക്കുകയാണ്. ആ ഒരു വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ അതിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഇത് ബൈക്കോട്ട് കാണിക്കുന്നത്. ക്യുഫ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് കുറേ ഭാഗങ്ങൾ നമുക്ക് ഇവിടെ കാണാനുണ്ട്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓളികൾ മച്ചാൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫുഡ് ഫെസ്റ്റിവലിൻ്റെ എൻട്രൻസിൽ നമ്മൾ നേരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ 3-4 സൈഡിലോട്ട് നമുക്ക് കുറേ വേസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോകുന്നുണ്ട് ഫുഡുകളുടെ ഒരു വെറൈറ്റി ഷെയർ തന്നെ നമുക്കിവിടെ കാണാം. ഫസ്റ്റ് നമുക്ക് കാണുന്നത് മെക്ഡൊണാൾഡിൻ്റെ ഒരു സ്റ്റോറാണ്. അവിടെ എന്ന് പറയുന്നത് നല്ല തിരക്കാണ്. എല്ലായിടും നല്ല തിരക്കാണ്. വെള്ളിയാഴ്ച നല്ല തിരക്കായിരിക്കും. ഇവിടെ വെറൈറ്റി ഫുഡുകളാണ് ഇവിടെ കിട്ടുന്നത്. കാരണം വെച്ചാൽ വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ഫുഡുകളാണ് ഇവിടെ സെർവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫുഡുകളുടെ, അതായത് വേൾഡിലെ ഏറ്റവും നല്ല ഷെഫുകളോടുള്ള ഇൻ്റർവ്യൂ, അവരുമായിട്ടുള്ള കുറേ ഇൻട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ വേറൊരു സംഭവമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. എയറിലിരുന്നിട്ട് നമുക്ക് ഫുഡ് സ്കൈ ലഞ്ചോ എന്തൊക്കെയോ ഒരു പേരുണ്ട്, നമുക്കറിയാമെന്നും. അവിടെ എയറിലിരുന്നാണ് ആൾക്കാർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ അല്ലാത്ത വീഡിയോയിലേക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. ഇത് ഈ വഴിയോ അല്ലേ? ഫുഡ് മാത്രമല്ല, പിന്നെ കുട്ടികൾ കളിക്കേണ്ട ആക്ടിവിറ്റീസ് കുറേ ഉണ്ട് ഇവിടെ. പിന്നെ ഗെയിംസുകൾ കുറേ ഉണ്ട്, എല്ലാ സെറ്റപ്പ് ഉണ്ട്. അതുപോലെ തന്നെ വീഡിയോസ് ഉണ്ട്. അതായത് കുറേ ഇന്റർവ്യൂസ്, വീഡിയോസ്, വേൾഡിലുള്ള ഫുഡുകളെ പറ്റിയുള്ള ഈ ഫുഡ് ഉണ്ടാക്കത്തില്ലേ, ലൈവ് ഫുഡ് ക്രിയേറ്റ് ചെയ്യുന്നതും അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. അതുപോലെ തന്നെ ഫുഡ് നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വാങ്ങാനും അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതും പഠിപ്പിക്കുകയും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളിവിടെ നടക്കുന്നുണ്ട്. നല്ല തിരക്കാണ്. അതെ, കുട്ടികളുമായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇത് എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതൊരു പാർക്കല്ലേ, കൊച്ചുകുട്ടികളുടെ പാർക്കല്ലേ? കൊച്ചുകുട്ടികളുടെ പാർക്കാണ് അവിടെ. ഹോട്ടൽ പാർക്കിന്റെ ഫ്രണ്ടിലാണ്. അതെ, ഹോട്ടൽ പാർക്കിന്റെ ഫ്രണ്ടിലത്തെ പാർക്ക്. അപ്പൊ നമ്മള് ഈ ഫുഡ് ഫെസ്റ്റിവലിന്റെ ഒരു ഭാഗത്തോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപാട് സ്റ്റാളുകളാണ്. ഫുഡിന്റെ പലവിധ വെറൈറ്റി ഫുഡുകളുടെ ഒരു സ്റ്റാളുകളാണ്. ഒരുപാട് വിദേശികൾ ഏറ്റവും കൂടുതൽ അല്ലേ, മൊത്തം ഇംഗ്ലീഷുകാരും കുറേ ആൾക്കാരാണ്. ഇന്റർനാഷണൽ ആയതുകൊണ്ട് എല്ലാ രാജ്യത്തെയും ഫുഡ് ഇവിടെ കിട്ടും. എല്ലാ രാജ്യത്തെ ഫുഡ് നമുക്ക് ഇവിടെ ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ആൾക്കാർ. ഇതിനൊന്നും പേര് ചോദിക്കരുത് കേട്ടോ, പേരൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് അപ്പുറത്തോട്ട് പോയാലോ. അപ്പോൾ നമ്മൾ ഈ ഫുഡ് ഫെസ്റ്റിവലിൻ്റെ ഏറ്റവും സെൻറ്ററിലാണ് വന്നിരിക്കുന്നത്. ഒരു ട്രക്ക് ഫുഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാടുണ്ട്. ഈ ക്യാബിൻ അകത്തുള്ള ഫുഡുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാനുള്ള കുറേ സെറ്റപ്പുകളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ ഒരു ഏരിയ തന്നെയാണ്. കുട്ടികളുടെ ബഹളമാണ്. വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ കരച്ചിലും ബഹളവും ഓട്ടം ചാട്ടമൊക്കെ. ഇവിടെ നടന്നു പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ഇതുവഴിയാന്ന് അറിയത്തില്ല, കുട്ടികൾ ആള് തട്ടി വീഴത്തുണ്ട്. അങ്ങനെയൊക്കെ കുറെ സെറ്റപ്പാണ് ഇവിടെ. ബലൂണിന്റെ കുറെ ഇറങ്ങിയിട്ടുണ്ട്. നാട്ടിലെ ഉത്സവത്തിനുള്ള ആൾക്കാരെല്ലാം ഇങ്ങോട്ടേക്ക് എത്തിയെന്ന് തോന്നുന്നു. നാട്ടിലാണ് 60 രൂപയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര എല്ലാ സംഭവം തന്നെ അടിപൊളി സംഭവങ്ങളാ. ബലൂണിന്റെ ഒരു വെറൈറ്റി ശേഖരം തന്നെയാണ് ഇവിടെ. പാവകളെ കണ്ടോ? ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് സാധനം. കുറെ ആൾക്കാർ വാങ്ങുന്നുണ്ട്. ഒരുപാട് സ്റ്റാളുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്. ഈ സൈക്കിളുണ്ട്, 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സൈക്കിളാണ്. ഇത് ഫാമിലിക്കുള്ള സൈക്കിളാണ്. അച്ഛൻ, അമ്മ, കുഞ്ഞിന് ഇവിടെ ഇങ്ങനെ ഓടിക്കും. 2 പിള്ളേരുണ്ടല്ലോ. 2 പിള്ളേരുണ്ടെന്നുണ്ടെങ്കിൽ ഒരാളെ താഴെ നിർത്തിയിട്ട് പോകണം. ഒരാൾ കുഞ്ഞു പിള്ളേരിങ്ങനെ ഓടിക്കും. അച്ഛനും അമ്മ ഇവിടെ ഇരുന്ന് ഓടിക്കും. ബെല്ലൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടോ? ചവിട്ട് ഊപ്പാട് അടിപൊളി സെറ്റപ്പ്. കുറേ സംഭവങ്ങളുണ്ട്. ഇതൊരു ആർട്ടിഫിഷ്യൽ കുന്നാണ്. കുന്ന്
അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. അങ്ങോട്ടുണ്ടോ? അങ്ങോട്ടെല്ലാം ഉണ്ട് ഈ ഫുഡുകളുടെ ഒരു ഈ ഹോട്ടലിൽ ചുറ്റുമുണ്ടെന്ന് ഹോട്ടൽ പാർക്കല്ലേ, അപ്പോൾ ചുറ്റിനും പാർക്കിൽ മൊത്തം ഇതായിരിക്കും പരിപാടി. തേനിന്റെ വെറൈറ്റി തേനുകൾ എവിടെ ഇരിക്കുന്നത്, ഏത് രാജ്യത്തെയാണെന്ന് അറിയത്തില്ല. ഈ ബീജാപ്പ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ജപ്പാനാണ്. BJP. ഇത് ജമൈക്കൻ കോഫിയാണ് കേട്ടോ. ഇവിടെ വരുമ്പോഴേ ആ ഒരു ജമൈക്കൻ കോഫിയുടെ മണം എന്ന് പറയുന്നത് അടിച്ച് നമ്മുടെ മൂക്കിലോട്ട് കയറുന്ന ഒരു ഫീലാണ് ഇവിടെ. ഇത് എന്തൊക്കെയോ മറ്റേത് കോൺ, സ്വീറ്റ് കോൺ ഉണ്ടാക്കുന്നു. അത് തന്നെ കോൺ പൊളിച്ച്. ഇതിന് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഐസ്ക്രീം, വെറൈറ്റി ഐസ്ക്രീം കട. ഐസ്ക്രീം അവിടെ ചെടിയായിരിക്കും ആൾക്കാരില്ലേ. വെറൈറ്റി ഐസ്ക്രീമിന്റെ ഒരു സംഭവമാണ്. ചോക്ലേറ്റ് ഐസ്ക്രീം എല്ലാം. ചോക്ലേറ്റ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇലയട ഉണ്ടാക്കും. ഇലയുടെ പോലെ ഇരിക്കുന്നത് എന്തോ റൊട്ടിയാണ് സാധനം. ഇതിനൊക്കെ എന്തൊക്കെ പേര് കാണും. നമ്മൾ ചട്ടി കമ്മിത്തി വെച്ചേക്കാം. നമ്മളിപ്പോ ഡിന്നർ കൊടുക്കുന്ന ആ ഒരു ഇതിന്റെ പേരെന്തോ, ഹോട്ടലില് ഡിന്നർ ഹോട്ടൽ പോലെ അതിന്റെ ടേബിളിന്റെ സൈഡിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ആടാതിരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. നേരെ ഇങ്ങനെ താഴെ വെച്ചിട്ടുണ്ട്, കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഭാഗത്തോട്ട് നമുക്ക് പോകാനുള്ളൊരു എൻട്രൻസ് ഇല്ല. ഇത് റോഡാണ്, മെയിൻ റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്. അത് നമുക്ക് അവിടെ പോയിട്ട് അത് അടുത്ത് കാണാനും വേണമെങ്കിൽ പോവാം. പക്ഷെ ഇങ്ങനെ കറങ്ങി പോകേണ്ടി വരും കുറച്ച്. പൊക്കി വെച്ചേക്കല്ലേ. അതെ. പക്ഷെ താഴെ പോയി കഴിഞ്ഞാൽ അവരുടെ അതെങ്ങനെ സെറ്റപ്പ് ഒന്നും കാണാൻ അല്ലേ, കറങ്ങി പോണത്. എന്നാലും സംഭവം കൊള്ളാം. പക്ഷെ പേടിച്ചിരുന്ന് കഴിക്കേണ്ടി വരും. അത് തന്നെ അത്രയും ഹൈറ്റിലെ ഈ ടേബിൾ നമുക്ക് തോന്നുമെങ്കിലേ നല്ല ഹൈറ്റ് ഉണ്ട്. അതെ, ആ സെന്ററിൽ ആ ടേബിളെങ്കിലും ഇരിക്കുന്ന എവിടെ നോക്കി അതിന്റെ എഡ്ജിലാണ് ഇരിക്കുന്നത്. അതെ, സംഭവം കൊള്ളാം. ബെൽറ്റ് ഒക്കെ ഇരിക്കുന്നത്. പക്ഷെ ആ ക്രെയിൻ ഡ്രൈവറോട് നമുക്ക് പറഞ്ഞാലോ, വീഡിയോ എടുക്കുന്ന താത്തരാൻ ചോദിക്കാറ്. ഇപ്പൊ താത്താരെ പൊക്കി തന്നു. അത് താഴ്ത്തണം വരെ ഇവിടെ വന്നാലോ, അവർ നിന്നിരുന്നേ നമ്മളോട് നിൽക്കേണ്ടി വരും. ചേട്ടാ പെട്ടെന്ന് കഴിക്കാൻ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്നറിയാം, ഇവിടെ ഏറ്റവും കൂടുതൽ കടയിലെല്ലാം മലയാളികളാണ്. എല്ലാം മലയാളികളാണ് ചെയ്യുന്നത്. മറ്റേ കരിമ്പ് കട, ഇതാണ് കരിമ്പ്, നാടൻ കരിമ്പ് ജ്യൂസ് ഉണ്ടോ. കരിമ്പ് ജ്യൂസ് ജസ്റ്റ് വെൽക്കം എന്ന് പറഞ്ഞ് നിൽക്കുന്ന മൊത്തം മലയാളികളാണ്. ഇക്കായാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഫുഡ് ഫെസ്റ്റിവലിന്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ വഴി ഇങ്ങനെ വന്ന് ഇവിടെ നിൽക്കുകയാണ്. എവിടെയാണോ നമ്മൾ ഇൻട്രോ പറഞ്ഞ ആ ഒരു ഭാഗത്ത് തന്നെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഫുഡുകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. കുറേ ഫുഡ് ഉണ്ടായിരുന്നു. ഈ ഏറ്റവും കൂടുതലുള്ളത് ഈ മറ്റേ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ടുള്ള അത്. അതെ. അതിന്റെ പേര് പൊട്ടാറ്റോ സ്പ്രിംഗ്. ആ ഒരു സംഭവമാണ് ഏറ്റവും കൂടുതൽ കണ്ടത് കേട്ടോ. പിന്നെ കുറെ വേൾഡ് ക്ലാസ് ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല, കാരണം ആ ഭാഗത്തോട്ട് നമ്മളെ കയറ്റി വിടത്തില്ല. ഒരുപാട് ക്രൗഡാണ് കടയിൽ ഫുള്ള്. നമുക്ക് മൊത്തം ആൾക്കാർ അപ്പൊ കഴിക്കാനല്ല, കാണിക്കാൻ പറ്റിയ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മള്
ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർന്നും നല്ല നല്ല വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ബൈ ബൈ. പാട് നിന്റെ അമ്മമ്മയുടെ പാട്ട് കേൾക്കാം. ആടുന്നില്ലല്ലോ, ആലോചിക്കുന്നുള്ളല്ലോ. പുള്ളി ചോദിച്ചു കിടക്കുന്നു.